ഇതാണ് ഒപ്പോയുടെ A5 5G, അതുപോലെ തന്നെ ഇതാണ് ഒപ്പോയുടെ A6 5G. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏതെടുക്കുന്നതാണ് നമുക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി നല്ലതെന്നുള്ള കാര്യം നമുക്ക് സ്പെക്ക് വെച്ചെന്ന് പറഞ്ഞു പോകാം. രണ്ടിൽ നമുക്ക് കിട്ടുന്നത് ഡയമണ്ട് സിറ്റിയുടെ 6300 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ്. മാത്രമല്ല നമുക്ക് രണ്ടിലും നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ്, അതുപോലെ തന്നെ HD+ LCD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. A5ലേക്ക് പോയിരുന്ന സമയത്ത് നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന 6500 mAh ബാറ്ററി ആണെങ്കിൽ A6ലേക്ക് വരുന്ന സമയത്ത് നമുക്കത് 7000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. രണ്ടിലും നമുക്ക് 45 വോൾട്ടിന്റെ സൂപ്പർ ചാർജറാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജിങ് സൗകര്യം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഇതിനകത്ത് നേരത്തെ A5ൽ കൊടുത്തിരുന്നത് IP65 റേറ്റിംഗ് ആണെങ്കിൽ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് IP69 റേറ്റിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡ്യൂറബിലിറ്റി നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇതിന്റെ ക്യാമറയുടെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ രണ്ടിൽ നമുക്ക് വരുന്നത് 15 മെഗാപിക്സൽസിന്റെ ഒരു മെയിൻ ക്യാമറയാണ്. അതുപോലെ തന്നെ 2 മെഗാപിക്സൽസിന്റെ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഇനിയിപ്പം സെൽഫിയുടെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് നേരത്തെ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരുന്നത് 8 മെഗാപിക്സൽസിന്റെ സെൽഫി ക്യാമറ ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 16 മെഗാപിക്സൽസിന്റെ സെൽഫി ക്യാമറയാണ് A6 കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് പറയുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ ഏതെടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി നല്ലതെന്നുള്ള കാര്യം. ഇതിന് നമുക്ക് മാക്സിമം വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ A5ന് നമുക്ക് വന്നിരുന്നത് 15499 രൂപയാണ് വന്നിരുന്നത്. അത് 6GB 128-ന് ഏകദേശം ഒരു 1000 രൂപ 1500 വ്യത്യാസമുള്ളെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങളൊരു പെർഫോമൻസ് ഫോണാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വീഡിയോസൊക്കെ റെഫർ ചെയ്യുന്നതിന് ശേഷം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിനുള്ളിൽ കിട്ടുന്നതായിരിക്കും. ഒരു 20,000 താഴെ നിങ്ങൾക്ക് IQ പോലുള്ള മോഡൽസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്, റിയൽമി പോലുള്ള മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു ഒപ്പോ യൂസറാണ്, നിങ്ങൾ ഒപ്പയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇതുവരെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല, മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ പ്രൈസ് കിട്ടുന്ന സമയത്ത് ആ ഒരു പ്രൈസിന് ഇത് വർത്താണോ എന്നുള്ള കാര്യം നമ്മൾ അന്ന് നോക്കാം. മാത്രമല്ല ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഇത് വർത്ത് അല്ലെങ്കിൽ ഞാൻ കുറച്ച് മോഡൽസോട് നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതുപോലെയുള്ള കൂടുതൽ മോഡൽസിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തു. ഞാൻ ആ ഒരു മോഡലിലെ റിവ്യൂ, അതായത് ഡീറ്റെയിൽഡ് റിവ്യൂ, അതുപോലെ തന്നെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കാം. താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഇതിനുള്ള EMI സൗകര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.